ഇവിടെ പടം തുടങ്ങുന്നത് വില്ലനെ വെച്ചിട്ടാണ്. ഇതൊരു സാധാരണ വില്ലനല്ല. മരിച്ചതിന് ശേഷം ഉടനെ എണീറ്റ് വന്ന് സ്വാമിയായ വില്ലനാണ്. നമ്മുടെ മെയിൻ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഒരു വലിയ മനുഷ്യന്റെ വീട്ടിൽ 2 ട്വിൻസ് അല്ല 1 ട്വിൻസ് ജനിക്കുന്നു. അതിലൊരാൾ ജനിക്കുമ്പോൾ തന്നെ അനക്കമില്ലാതെ കിടക്കുകയാണേ. അപ്പം തന്നെ ഒരു സ്വാമിജി അങ്ങോട്ട് കയറി വരും. എന്നിട്ട് പറയും ഇവർ 2 പേരും ഒരുമിച്ച് ഒന്നുകൂടാ ഇവരെ അങ്ങോട്ട് പിരിക്കണമെന്ന്. പക്ഷെ ഒരാൾ ഓൾറെഡി ഡെഡ് ആണല്ലോ. బాబు కవల పిల్లలు పుట్టారయ్యా, కానీ ఒక పిల్లవాడిలో ప్రాణం ఉంది, ఇంకో పిల్లవాడిలో చలనం లేదయ్యా. പിന്നെ ഇവരും പിരിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു. അപ്പോൾ ഈ നല്ലവനായ അച്ഛൻ പറയും ഓക്കെ സ്വാമി തന്നെ ഒരു പയ്യനെ കൊണ്ടുപോക്കോളൂ എന്നങ്ങോട്ട് പറയും. എന്നിട്ട് ഈ സ്വാമി ഈ മൂവ്മെൻ്റ് ഇല്ലാത്ത കുട്ടീനെ കൊണ്ടുപോയി ദക്ഷിണ കൊടുക്കും. ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല, കുട്ടി അനങ്ങിയിട്ടില്ല. പച്ച വെള്ളം പോലും കൊടുക്കാണ്ടാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ ഇവരിങ്ങനെ കൊണ്ടു നടക്കുന്നത്. എന്നിട്ടോ ഈ കുട്ടീനെ കൊണ്ടൊരു അമ്പലത്തിൽ കിടത്തുന്നു. ഈ കുട്ടിക്ക് ജീവൻ വയ്ക്കുന്നു. ആ കുട്ടി തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു വലുതായിട്ട്. ഇനി ഒരു ചോട്ടാ വില്ലൻ. ഈ തടിമുടുക്കൊക്കെ കണ്ട് ഇങ്ങോരാണ് വില്ലൻ എന്ന് വിചാരിക്കരുത്. ഇങ്ങോർ ആക്ച്വലി വില്ലന്റെ അസിസ്റ്റന്റ്. ദിസ് ഈസ് ദ ആക്ച്വൽ വില്ലൻ. ഓ ഇങ്ങോരല്ല, ഇങ്ങോർ. യാ, ഹീസ് ദ ആക്ച്വൽ വില്ലൻ. ഈ വില്ലനെ അടിച്ചു തൂക്കാൻ നമ്മുടെ നടൻ വരുന്നു. എൻട്രി ഓഫ് ബാലയ്യ. ഓ ഹാൻസം ആണല്ലേ. ജയ് ബാലയ്യ. ഹീറോയിൻ എൻട്രി. കൊള്ളാം, നന്നായിട്ടുണ്ട്. ബാലയ്യയുടെ പഞ്ച് ഡയലോഗൊക്കെ കേട്ട് വില്ലനും മാനസാന്തരം വരുന്നു. ഞാനിപ്പോ ദുരന്തമൊന്നും പറയാറില്ല, അതൊക്കെ എന്നെ നിർത്തി. ബാലയ്യയുടെ ഡയലോഗുകൾ കേട്ട് വീഴാൻ പോകുന്ന ആദ്യത്തെ ആളല്ല ഇദ്ദേഹം. രണ്ടാമത്തെ ആൾ ആരെന്നറിയോ? നടി. നടിമാരെ ഇംപ്രസ് ചെയ്യിക്കുന്നതിൽ ബാലയ്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പകച്ചുപോയി എന്റെ ബാല്യം. ഈ വില്ലന്മാരെ തട്ടി നടക്കാൻ വയ്യ ബാലയ്യയുടെ സിനിമയില്. ചാക്കോ അല്ല സഞ്ജി. ഞാൻ ചാക്കോ കേറ്റി, ഞാൻ സഞ്ജി ഇറക്കി. കൊള്ളാലോ കളി. അടുത്ത പോലത്തെ ഇത് അടുത്ത വില്ലൻ. പക്ഷെ ഈ വില്ലനെ പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഈ വില്ലനെ വേറെ വില്ലൻ തട്ടും. മുടി കണ്ട് ഭയന്ന് വിറച്ച ബോഡി ഗാർഡ്സ്. ആദ്യം നീ ഇവരെ പിരിച്ചുവിടണം. ഇതൊരു മുടി ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇതൊരു ബോംബായിരുന്നെങ്കിൽ സ്വന്തം ബോസിനെ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിച്ചേനെ ഇവർ. യൂസ്ലെസ് ഫെല്ലോസ്. അങ്ങനെ ഫസ്റ്റ് ബാലയ്യയ്ക്ക് കെട്ടി കുട്ടിയായി. ഫസ്റ്റ് ബാലയ്യ മീൻസ് ആദ്യത്തെ ഇരട്ട. രണ്ടാമത്തെ ഇരട്ടേനെ നമ്മൾ കണ്ടിട്ടില്ല. മൂപ്പര് എന്ത് ചെയ്യായിരിക്കും, മൂപ്പര് എവിടെയായിരിക്കും? കാരണം ഈ ബാലയ്യ ഓൾറെഡി 1 മാസമാണ്. നമ്മുടെ വില്ലനും 1 മാസമാണ്. ഇനി ഇത്രയും സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ സെക്കൻഡ് ബാലയ്യ എത്ര മാസമായിരിക്കണം? പക്ഷെ ഞാൻ അങ്ങനെ രണ്ടാമത്തെ ബാലയ്യയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ബാലയ്യയും വില്ലനും ഭയങ്കര മാസമാണ്. അപ്പോൾ ഇങ്ങോർ അതിലും മാസമായിരിക്കണ്ടേ? ഇതിലും മാസമാവാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിലും മാസമാവാൻ പറ്റും. ഇങ്ങനെ അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. കാരണം ഈ സെക്കൻഡ് ബാലയ്യ ഈസ് ദൈവം ഹിംസെൽഫ്. ഹീസ് ഗോഡിനേക്കാൾ മാസമായി ആരെങ്കിലും ഉണ്ടോ? നോബഡി. അപ്പോൾ ഈ ബാലയ്യ ദൈവമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ ബാലയ്യയുടെ ഹോബി എന്താണെന്നറിയോ? മരിച്ചവർക്ക് ജീവൻ കൊടുക്കുക. ഐ ടോൾഡ് യു, ഹീസ് ദൈവം. ആയുഷ്മാൻ ഭവ.
അടുത്തതായി ജീവൻ കൊടുക്കുന്നത് ഷംന കാസിമിനാണ്. ഇതിലും മാസാവാൻ ആരെക്കൊണ്ടും പറ്റില്ല. വീണ്ടും പഞ്ച് ലൈൻ. അങ്ങനെ ബോത്ത് ആർ നോട്ട് സെയിം എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ എന്നെ ബാധിക്കുന്നതല്ല, ഞാനൊരു ദൈവമാണ് എന്ന് പറഞ്ഞ് പല കൊടൂരമായ മർഡർ കേസുകളിൽ നിന്ന് ഈസിയായി ഊരിപ്പോരുന്നു. ഇങ്ങോരുടെ ഈ ഡയലോഗെല്ലാം കേട്ട് പേടിച്ച് എന്നാ പിന്നെ ആള് പൊക്കോട്ടെ എന്ന് അറസ്റ്റ് ചെയ്യാൻ വന്ന ആളും വിചാരിക്കുന്നു. അങ്ങനെ ഈ കൊച്ചിനെ രക്ഷിക്കാനാണ് നമ്മൾ ഇക്കണ്ട പാടെല്ലാം പെടുന്നത്. അതായത് ഫസ്റ്റ് ബാലയുടെ ഫസ്റ്റ് കൊച്ചിനെ, ഈ കൊച്ചിനെ രക്ഷിക്കാനുള്ള ഫൈനൽ സംഭവം, ഈ യാഗം തീരുന്നവരെ അനങ്ങാതെ ഈ പൊസിഷനിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് ദ ഗ്രേറ്റ് മുളക് പൊടി അറ്റാക്കൊക്കെ നമ്മുടെ ദൈവം ബാലയെ പുഷ്പം പോലെ നേരിടും. ഫൈറ്റിനെ പറ്റി ഞാൻ പറയണ്ടെന്ന് വെച്ചതാണ്, പക്ഷെ അങ്ങനെ വില്ലന്മാരെ കൊന്നൊടുക്കി നമ്മുടെ ദൈവം ബാലയ ജൈത്രയാത്ര തുടരുന്നു. ശുഭം. ജയ് ബാലയ്യ.